ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട റൂമറുകളും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ന്യൂസുകളും ഒക്കെ പരിശോധിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് 13 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ താരം ജമാൽ മുസിയാലയാണ്. ഈ ബയേൺ മ്യൂണിക്ക് സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ FC ബാഴ്സലോണക്ക് വലിയ താല്പര്യമുണ്ട്. വരുന്ന സമ്മറിൽ ബാഴ്സ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും. ഹാൻസി ഫ്ലിക്കിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമാണ് മുസിയാല എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ താരത്തെ കൊണ്ടുവരണമെങ്കിൽ ഫ്രങ്കി ഡിയോങ്ങിനെ ബാഴ്സ ഒഴിവാക്കൽ നിർബന്ധമാണെന്നും ഇവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ താരം ഡാനിലോയാണ്. ഈ ബ്രസീലിയൻ താരം യുവന്റസ് വിട്ടുകൊണ്ട് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ്. യുവന്റസുമായുള്ള കോൺട്രാക്റ്റ് റദ്ദാക്കിക്കൊണ്ട് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയിലേക്കാണ് ഇപ്പോൾ ഡാനിലോ പോകുന്നത്. മൂന്നാമത്തെ താരം ജാക്ക് ഗ്രീലിഷാണ്. ഈ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി AC മിലാനും ബൊറൂസിയ ഡോർട്ട്മുണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സിറ്റി ഇദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. നാലാമത്തെ താരം മാർക്കോ അസൻസിയോയാണ്. ഈ സ്പാനിഷ് സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറയ്ക്ക് വലിയ താല്പര്യമുണ്ട്. അവർ PSG-യെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പെർമനന്റ് ട്രാൻസ്ഫറിൽ ഈ താരത്തെ സ്വന്തമാക്കാനാണ് തുർക്കിഷ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത്. അഞ്ചാമത്തെ താരം വിക്ടർ ഒസിമനാണ്. നിലവിൽ ഗലാറ്റസറയ്ക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലാണ് ഒസിമൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ താരത്തെ സ്വന്തമാക്കാൻ ആഴ്സണലിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും താല്പര്യമുണ്ട്. നാപ്പോളി നിലവിൽ ഒരു സോഫ്റ്റ് ഡീലിന് ഒരുക്കമാണ്. അലജാൻഡ്രോ ഗർനാച്ചോയെ വേണം എന്നാണ് നാപ്പോളിയുടെ ഇപ്പോഴത്തെ ആവശ്യം. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടുള്ള ഒരു ആവശ്യമാണ്. ഗർനാച്ചോ നാപ്പോളിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആറാമത്തെ താരം ഫെറാൻ ടോറസ് ആണ്. ബാഴ്സയുടെ മുന്നേറ്റ നിര താരമായ ടോറസിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുകൊണ്ട് ഇറ്റാലിയൻ ക്ലബ്ബായ AC മിലാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏഴാമത്തെ താരം അൽഫോൺസോ ഡേവിസ് ആണ്. റയൽ മാഡ്രിഡ് ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഡേവിസ് ബയേണുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് അധികം വൈകാതെ തന്നെ പുതുക്കിയേക്കും. എട്ടാമത്തെ താരം ജെറാർഡ് മാർട്ടിൻ. ബാഴ്സയുടെ യുവതാരമായ മാർട്ടിൻ ക്ലബിൽ തന്നെ തുടരും. 2028 വരെയുള്ള ഒരു പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഒൻപതാമത്തെ താരം വിക്ടോർ റെയ്സ് ആണ്. ബ്രസീലിയൻ യുവതാരമായ റെയ്സിനെ തങ്ങൾ സ്വന്തമാക്കിയ വിവരം മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. 35 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് സിറ്റി അദ്ദേഹത്തെ പാൽമെറാസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. ക്ലബിനകത്ത് 22-ാം നമ്പർ ജേഴ്സിയാണ് അദ്ദേഹം ധരിക്കുക. പത്താമത്തെ താരം മാർക്കസ് റാഷ്ഫോർഡാണ്. ഈ ഒരു യുണൈറ്റഡ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്രഞ്ച് ക്ലബ്ബായ AS മൊണാക്കോ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബാഴ്സലോണ, ബൊറൂസിയ ഡോർട്ട്മുണ്ട് എന്നിവർക്ക് വലിയ ഒരു താല്പര്യമുള്ള താരം കൂടിയാണ് റാഷ്ഫോർഡ്. ഇനി 11ാമത്തെ താരം ഡുസാൻ വ്ളഹോവിച്ച് ആണ്. ഈ യുവന്റസ് താരത്തെ സ്വന്തമാക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ആ ഒരു വാർത്തയിൽ അടിസ്ഥാനമില്ല എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12ാമത്തെ താരം എറിക് ഗാർഷ്യ. ബാഴ്സ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ജിറോണ, കോമോ തുടങ്ങിയ ക്ലബ്ബുകൾ മത്സരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ 13ാമത്തെ വ്യക്തി അത് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയാണ്. ഈ സീസണിന് ശേഷം റയൽ മാഡ്രിഡ് വിടാൻ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ ആഞ്ചലോട്ടി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു തീരുമാനം താൻ എടുത്തിട്ടില്ല എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.